ഹായ് എവരിവൺ. സാംസങ് S26 സീരീസ് മൊബൈൽ എന്തൂസിയാസ്റ്റും അതുപോലെ തന്നെ സാംസങ് ലവേഴ്സും ഈ വർഷം കാത്തിരിക്കുന്ന ഒരു സീരീസാണ്. എല്ലാ വർഷത്തെയും പോലെ തന്നെ നോർമലി അത് ജനുവരിയിലായിരുന്നു സാംസങ്ങിന്റെ എസ് സീരീസ് ഫോൺസ് ഗാലക്സി അൺപാക്ഡിൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരു ഫെബ്രുവരി ടൈമിൽ നമുക്കത് അവൈലബിൾ ആയിരുന്നു ബൈ ചെയ്യാൻ. പക്ഷേ ഇപ്രാവശ്യം ഈ ചിപ്പ് ഷോർട്ടേജ് അതുപോലത്തെ ഇഷ്യൂസും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഫെബ്രുവരി 25-നാണ് ഗാലക്സി അൺപാക്ഡ് ഇവന്റ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ വർഷവും സാംസങ്ങിന്റെ എസ് സീരീസിൽ ഒരു നോർമൽ ഒരു വേരിയന്റ്, അതിന്റെ ഒരു പ്ലസ് വേരിയന്റ് അങ്ങനെയാണ് വരുന്നത്. എന്നാൽ ലാസ്റ്റ് ഇയറിൽ S25, S25 പ്ലസ്, S25 എഡ്ജ് അതുപോലെ തന്നെ S25 അൾട്രയാണ് റിലീസ് ആയത്. പക്ഷേ അതിന്റെ S25 എഡ്ജിന്റെ സെയിൽസ് തീരെ കുറവായതുകൊണ്ട് തന്നെ ഈ വർഷം S25 എഡ്ജ് കാണില്ല എന്നുള്ളതാണ് ഒരു കൺഫേംഡ് ആയിട്ടുള്ള ഒരു റൂമർ. അപ്പം ഈ വർഷം റിലീസ് വരുന്നതെന്ന് പറഞ്ഞാൽ S26, S26 പ്ലസ് അതുപോലെ തന്നെ S26 അൾട്ര. നോർമലി ഇപ്പം കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ സാംസങ് S22 തൊട്ട് വലിയ മാറ്റങ്ങളൊന്നും ഫോണിൽ വരുത്തിയിട്ടില്ല. ചെറിയ ചെറിയ മൈനർ ചേഞ്ചസ് വെച്ചാണ് S25 വരെ വന്നേക്കുന്നത്. ഞാനൊരു S24 അൾട്ര ഓൺ ചെയ്തിരുന്നു. അതിലെ കുറച്ച് പ്രശ്നങ്ങൾ കാരണം ഞാനിപ്പോൾ സ്വിച്ച് ചെയ്ത് വേറെ വിവോ X300 Pro ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇപ്രാവശ്യം S26 അൾട്രയിൽ സാംസങ്ങിന് കുറേ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. ചില കാറ്റഗറീസിൽ അതൊരു മൈനർ ചേഞ്ചസ് ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ലൊരു സാംസങ് എന്ന് പറഞ്ഞാൽ തന്നെ സ്റ്റേബിൾ ആയിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരുന്ന ആ ഒരു മോഡൽ സീരീസ് ആണ് എസ് സീരീസ്. സോ ലെറ്റ് സീ വാട്ട് ആർ ഓൾ ദ ചേഞ്ചസ് ദേ ആർ ബ്രിങ്ങിങ്. ഫസ്റ്റ് ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ സാംസങ്ങിന്റെ ഫോൾഡ് 7 ഒരു ക്യാമറയിലുള്ള ഒരു ക്യാമറ ഐലൈൻ ടൈപ്പ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ്. ആ ഒരു ഡിസൈൻ ആണ് ഇപ്രാവശ്യം S26 സീരീസിലും സാംസങ് ഫോളോ ചെയ്യുന്നത്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ S25 എഡ്ജിൽ ആ ഒരു സിമിലർ കൈൻഡ് ഓഫ് ഡിസൈൻ ആണ് അവർ ഫോളോ ചെയ്തത്. ഇപ്രാവശ്യം S26 എഡ്ജ് ഇല്ലായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഡിസൈൻ നമുക്ക് S26-ലും 6 പ്ലസിലും അതുപോലെ തന്നെ S26 അൾട്രയിലും കാണാൻ സാധിക്കും. വേറൊരു ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റൈലസിന്റെ ആ ഒരു ഡിസൈൻ, അതിന്റെ ഒരു ബോട്ടമിലുള്ള ആ ഒരു ബട്ടന്റെ ആ ഒരു ഡിസൈൻ ചെറുതായിട്ടൊരു കർവ്ഡ് ഡിസൈനിൽ വരും. ഡിഫറെന്റ് ഒരു ഡിസൈൻ ആയിരിക്കും. അത് S25 അൾട്രയിൽ നിന്നുള്ളൊരു വലിയൊരു ചേഞ്ച് ആയിരിക്കും. അതുപോലെ തന്നെ ഇതിന്റെ തിക്നെസ് കുറച്ചുകൂടെ കുറയും. 8.2 മില്ലിമീറ്റേഴ്സ് ആയിരുന്നു S25 അൾട്രയുടെ തിക്നെസ്. ഇപ്രാവശ്യം S26 അൾട്രയുടെ തിക്നെസ് 7.9 mm ആണെന്നാണ് റൂമേഴ്സ് വരുന്നത്. സോ അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ സാംസങ് ഈ വർഷം ഒരു 4 കളേഴ്സ് ആണ് റിലീസ് ചെയ്യുന്നത്. പക്ഷെ നോർമലി എല്ലാ പ്രാവശ്യം എസ് സീരീസ് ഇറങ്ങുമ്പം ഒരു സ്റ്റോർ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കുറച്ച് കളേഴ്സും അല്ലാതെ തന്നെ എക്സ്ട്രാ ആയിട്ട് റിലീസ് ആകാറുണ്ട്. അത് നമ്മൾ സാംസങ് സ്റ്റോറിൽ നിന്ന് ഡയറക്റ്റ് ഓർഡർ ചെയ്യുകയാണെങ്കിലാണ് നമുക്ക് കിട്ടുന്നത്. S26 അൾട്രയുടെ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ 6.9 ഇഞ്ചസ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. 2K ഡിസ്പ്ലേ ആണ്. പക്ഷേ അതിലൊരു മേജർ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ S25 അൾട്ര വരെ സാംസങ് യൂസ് ചെയ്തത് ഒരു 8-bit പാനലാണ്. പക്ഷേ ഇപ്രാവശ്യം S26 അൾട്രയിൽ വരുമ്പോഴത്തേക്കും സാംസങ് ഒരു 10-bit പാനലാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ 10-bit പാനലിലേക്കുള്ള ചേഞ്ച് വരുമ്പോഴത്തേക്കുള്ള മേജർ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്പർ ഓഫ് കളേഴ്സ് അല്ലെങ്കിൽ ഇതിന് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റിയ കളേഴ്സ് കുറച്ചുകൂടി ഇൻക്രീസ് ആവും. 1.07 ബില്യൺ കളേഴ്സ് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ് 10-bit ഡിസ്പ്ലേക്ക് ഉള്ളത്. സോ അതുകൊണ്ട് തന്നെ നല്ലൊരു ബെറ്റർ എക്സ്പീരിയൻസ് S25 അൾട്രയെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് തരും. അതുപോലെ തന്നെ മെയിൻ ആയിട്ട് വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ S26 അൾട്രയിൽ ഇവർ പ്രൈവസി ഡിസ്പ്ലേ എന്നുള്ള ആ ഒരു ഫീച്ചർ ഒരു പുതിയൊരു ലെവലിലാണ് തരാൻ പോകുന്നത്. S25 അൾട്രയിൽ എന്ന് പറഞ്ഞാൽ അതിലൊരു ഡിസ്പ്ലേയിൽ ഒരു മാറ്റ് കോട്ടിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കിപ്പം സൺലൈറ്റിലാണെങ്കിലും വിസിബിലിറ്റി കുറച്ച് നല്ലപോലെ കിട്ടുമായിരുന്നു. അതുപോലെ തന്നെ ഇപ്പം നോർമലി വേറൊരു ഫോണുമായിട്ട് കമ്പയർ ചെയ്താൽ പോലും നമ്മൾ വിസിബിലിറ്റി നല്ലതായിരുന്നു. അതായത് നോർമലി നമ്മളിപ്പോൾ ഒരു മാറ്റ് സ്ക്രീൻ ഗാർഡ് ഒക്കെ ഒട്ടിക്കുന്ന ആ ഒരു ഫീച്ചർ നേറ്റീവ് ആയിട്ട് തന്നെ S25 അൾട്രയിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യത്തെ S26 അൾട്രയിൽ ഇവരത് ഹാർഡ്വെയർ പ്ലസ് സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ഒരു ഫീച്ചർ ആയിട്ടാണ് തരാൻ പോകുന്നത്. നമ്മളിപ്പം വിൻഡോസിന്റെ ലാപ്ടോപ്സിലൊക്കെ ആയിട്ട് നമ്മളൊരു ഓപ്ഷൻ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ നമ്മളൊരു കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു മോണിറ്റർ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ മാത്രമേ നമുക്കത് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുള്ളൂ. സൈഡിൽ നിന്നൊക്കെ നോക്കിയാൽ അത് കുറച്ച് ഡാർക്ക് ആയിട്ട് അല്ലെങ്കിൽ വിസിബിലിറ്റി ഇല്ലാത്ത ഒരു ഫീച്ചർ. ആ ലെവലിലുള്ള ഒരു ഫീച്ചറാണ് ഇപ്രാവശ്യം S26 അൾട്രയിൽ തരാൻ പോകുന്നതാണെന്നാണ് റൂമേഴ്സ് പറയുന്നത്. അത് ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫീച്ചറാണ്. അതുപോലെ തന്നെ ഈ ഒരു ഫീച്ചർ സാംസങ്ങിന്റെ ലാസ്റ്റ് ഇയറിൽ അവർ ഒരു ഡിസ്പ്ലേ ആയിട്ട് അവരത് പ്രസന്റ് ചെയ്തായിരുന്നു. നല്ലൊരു ഫീച്ചർ ആയിരിക്കും. ഈ പ്രൈവസി ഇപ്പം നമ്മൾ സ്ക്രീൻ ഗാർഡ് കാര്യങ്ങളൊക്കെ ഒട്ടിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ഫീച്ചർ അടിപൊളിയാണ്. സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയതുകൊണ്ട് നമുക്ക് ഇതിലെ ഏത് പാർട്സ് നമുക്ക് വിസിബിൾ ആക്കണം എന്നുള്ളത് സെലക്ട് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള ഒരു റൂമേഴ്സ് ആണ് വരുന്നത്. സോ പെർഫോമൻസിലേക്ക് വരുമ്പോൾ
സാംസങ്ങിന് ആദ്യം വന്ന ഒരു റൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാംസങ്ങിന്റെ എക്സിനോസ് 2600 എന്ന് പറയുന്ന ചിപ്സെറ്റ് ആണ് S26 സീരീസിൽ ഫുള്ളി യൂസ് ചെയ്യുന്ന രീതിയിലുള്ളൊരു റൂമറാണ് വന്നത്. കാരണം സ്നാപ്ഡ്രാഗൺ അവരുടെ ചിപ്സെറ്റിന്റെ പ്രൊഡക്ഷൻ TSMCയിൽ മാറ്റി സാംസങ്ങിന് കൊടുക്കുന്നു എന്നുള്ളൊരു ന്യൂസ് ഉണ്ട് ഇനി ഫ്യൂച്ചറിൽ വരുന്ന ചിപ്സ്. സോ അതുകൊണ്ട് തന്നെ ഇപ്പം ചിപ്പ് ഷോർട്ടേജ് കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും ആ ഒരു ലെവലിലേക്ക് പോകും എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇപ്പൊ വന്നേക്കുന്ന റൂമേഴ്സ് വെച്ച് സാംസങ് സ്നാപ്ഡ്രാഗൺ 888 Gen 5 തന്നെ സാംസങ്ങിന്റെ S26 സീരീസിൽ യൂസ് ചെയ്യുമെന്ന് തന്നെയാണ് റൂമേഴ്സ് വന്നേക്കുന്നത്. എന്നാലും നമ്മുടെ ഇന്ത്യ പോലെയുള്ള കൺട്രീസിൽ S26 പ്ലസ് സീരീസുകളിൽ ചിലപ്പം എക്സിനോസ് 2600 ചിപ്സെറ്റ് വരാനാണ് ചാൻസ് കൂടുതൽ. പക്ഷെ X26 അൾട്രയിൽ അവർ സ്നാപ്ഡ്രാഗണിന്റെ ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റ് ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 888 Gen 5 ചിപ്സെറ്റ് യൂസ് ചെയ്യുമെന്നാണ് റൂമേഴ്സ് വന്നേക്കുന്നത്. സോ എക്സിനോസ് 2600യുടെ ബെഞ്ച് മാർക്സ് കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ അത് 888 Gen 5-നേക്കാളും കുറച്ചുകൂടെ ബെറ്റർ എന്നുള്ള രീതിയിലാണ് വരുന്നത്. ബട്ട് നമുക്കറിയാം പണ്ട് തൊട്ട് നമ്മൾ കണ്ടിരിക്കുന്ന സാംസങ്ങിന്റെ എക്സിനോസിന്റെ ചിപ്സെറ്റിന്റെ കുറെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. കാരണം ഹീറ്റിംഗ് റിലേറ്റഡ് ആണെങ്കിലും പെർഫോമൻസ് റിലേറ്റഡ് ആണെങ്കിലും കുറെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ ഏത് രീതിയിലാണ് അത് വരാൻ പോകുന്നത് എന്നുള്ളത്. ബാറ്ററിയിലേക്ക് വരുമ്പോൾ സാംസങ് ലാസ്റ്റ് ഇയർ S25 എഡ്ജിൽ 5000 mAh ബാറ്ററിയാണ് തന്നത്. ഈ വർഷം അത് 5200 mAh ആണ് S26 അൾട്രയിൽ തരാൻ പോകുന്നതെന്നാണ് റൂമേഴ്സ് ഉള്ളത്. പക്ഷേ ഈ വർഷം ഇറങ്ങിയിരിക്കുന്ന എല്ലാ ഫ്ലാഗ്ഷിപ്പ് ആണെങ്കിലും നോൺ ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള ഫോൺസ് ആണെങ്കിലും നല്ല രീതിയിലുള്ള ഒരു ബാറ്ററി ലൈക്ക് mAh അല്ലെങ്കിൽ കപ്പാസിറ്റി തരുന്നുണ്ട്. അത് വെച്ച് നോക്കുമ്പം ഇതൊരു നിരാശാജനകമായ ന്യൂസ് ആണ്. എന്നാൽ പോലും ആ ഒരു 5000 അല്ലെങ്കിൽ 5200 mAh വെച്ചിട്ട് സാംസങ്ങിന്റെ ആ ഒരു സോഫ്റ്റ്വെയർ ഒപ്റ്റിമേഷനും കാര്യങ്ങളും എല്ലാം വെച്ച് നല്ലൊരു ബാറ്ററി ലൈഫ് സാംസങ് തരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എൻ്റെ ഒരു പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ച് S24 അൾട്രയിൽ ഒരു 5000 mAh ഉള്ള ബാറ്ററി ഫസ്റ്റ് ഒരു 1-2 സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സിന് ശേഷം വളരെയധികം ഡിറ്റീരിയറേറ്റ് ആയിട്ട് തീരെ ബാറ്ററി ബാക്കപ്പ് തന്നിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ മെയിൻ ആയിട്ട് ആ ഫോണിൽ നിന്ന് സ്വിച്ച് ചെയ്ത് വേറൊരു ഫോൺ എടുക്കേണ്ടി വന്നത്. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. അതുപോലെ തന്നെ S25 എഡ്ജ് വരെ സാംസങ് 45 വാട്ടിന്റെ വയർ ചാർജിങ് ആണ് തന്നിരുന്നത്. ഈ വർഷം 60 വാട്ടിന്റെ വയർഡ് ചാർജിങ് ഫീച്ചർ സാംസങ് തരുമെന്നാണ് റൂമേഴ്സ് ഉള്ളത്. സോ 45 വാട്ടിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഫാസ്റ്റ് ആയിട്ട് ചാർജ് ആവുന്നുണ്ടായിരുന്നു. സോ 60 വാട്ട് ഇറ്റ് വിൽ ബി ബെറ്റർ. അതുപോലെ തന്നെ 25 വാട്ടിന്റെ വയർലെസ് ചാർജിങ്ങും സാംസങ് ഈ വർഷം S26 അൾട്രയ്ക്ക് തരുമെന്നാണ് ന്യൂസ് ഉള്ളത്. S26 അൾട്രയുടെ ക്യാമറ പാർട്ടിലേക്ക് വരുമ്പോൾ ഈ ഇയറിൽ ക്യാമറയുടെ ആ ഒരു അപ്പേർച്ചേഴ്സ് കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് വരാൻ പോകുന്നത്. കുറച്ചുകൂടെ വൈഡ് ആയിട്ടുള്ള അപ്പേർച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യും. വൈഡ് അപ്പേർച്ചേഴ്സ് വരുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ലൈറ്റ് ക്യാപ്ചർ ചെയ്യും. അതുപോലെ തന്നെ കുറച്ചുകൂടെ ഫോട്ടോയുടെ ക്വാളിറ്റി ക്ലാരിറ്റി എല്ലാം കൂടും. സോ അതൊരു വലിയ ചേഞ്ച് ആയിട്ടാണ് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ സാംസങ് ഈ ഇയറിൽ അതിന്റെ ലെൻസസിൽ ചെറിയൊരു റിഫ്ലക്ഷൻ കുറയ്ക്കാനുള്ള ഒരു കോട്ടിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്ന ഒരു റൂമറുണ്ട്. അത് നമ്മളിപ്പോൾ വിവോ ഒപ്പോ പോലുള്ള ഫോണുകളിൽ അതിപ്പം അവർ നോർമലായിട്ട് അവരുടെ മിക്ക മോഡൽസിലും അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു അഡീഷൻ ആണ്. കാരണം സാംസങ്ങിന്റെ ആപ്പിളിന്റെ ക്യാമറകളിൽ നമ്മൾ കണ്ടുവരുന്ന ഏറ്റവും വലിയൊരു ഇഷ്യൂ ആണ് ഈ ഒരു ലെൻസ് ഫ്ലെയറിങ്. നമ്മളിപ്പോൾ ചെറിയൊരു ലൈറ്റിന്റെ ഫോട്ടോ എടുത്താൽ പോലും വളരെയധികം ഫ്ലെയറിങ് നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ട്. അതിപ്പം ഡേ ടൈമിൽ സൺലൈറ്റ് കൂടുതലുള്ള ടൈമിലാണെങ്കിലും നൈറ്റ് ടൈമിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ലൈറ്റ് ഉള്ള ആ ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ പോലും അത് വളരെയധികം അരോചകമായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. സോ അതൊരു ബെറ്റർ അഡീഷൻ ആകും S26 അൾട്രയിൽ. അതുപോലെ തന്നെ വീഡിയോ പാർട്ടിലേക്ക് വരുമ്പോൾ സാംസങ് ഒരു പുതിയ ഒരു കോഡക്ക് വീഡിയോയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്നാണ് റൂമേഴ്സ് ഉള്ളത്. ഒരു APV കോഡക്ക്. അതും വീഡിയോയുടെ ആ ഒരു പെർഫോമൻസും ക്യാപ്ചറിങ് എല്ലാം കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോഫ്റ്റ്വെയർ പാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ സാംസങ്ങിന്റെ One UI ആണ് മാർക്കറ്റിലുള്ള ഫോൺ UIസിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഇപ്പോൾ പെർഫോം ചെയ്യുന്നത്. സോ 7 years ഓഫ് സെക്യൂരിറ്റി അപ്ഡേറ്റും അതുപോലെ തന്നെ One UI 8.5 ആയിട്ടാണ് സാംസങ് S26 സീരീസ് റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിന്റെ ആൻഡ്രോയിഡ് വേർഷൻ Android 17 വരാൻ പോകുന്നത്. അതുപോലെ One UI എടുത്തു കഴിഞ്ഞാൽ തന്നെ വളരെയധികം യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള അതുപോലെ നല്ല ഫീച്ചേഴ്സ് ഉള്ള AI റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള കുറെ ഫീച്ചേഴ്സ് തരുന്ന ഒരു UI ആണ് One UI. നല്ല ഒരു യൂസർ ഇന്റർഫേസ് ആണ്. അതുപോലെ തന്നെ എല്ലാം തന്നെ അത്യാവശ്യം നല്ല സ്റ്റേബിൾ ആയതുകൊണ്ട് നമുക്ക് നല്ല റിലയബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു UI ആണ്. പക്ഷേ ഞാൻ കണ്ടുവന്നിരിക്കുന്ന ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ദ കോഴ്സ് ഓഫ് ടൈം ഓരോ അപ്ഡേറ്റ്സ് വരുമ്പോൾ ഫോണിന് കുറെ ചെറിയ ഇഷ്യൂസ് വരാറുണ്ട്. ഐ മീൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ബാറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസും. പക്ഷെ അത്ര വലിയ ഇഷ്യൂസ് ആയിട്ട് ആരും അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ബട്ട് ഇൻ ദ കോഴ്സ് ഓഫ് ടൈം ചെറിയ ഇഷ്യൂസ് നമ്മൾ ഫീൽ ചെയ്യാറുണ്ട് സാംസങ്ങിന്റെ ഫോൺസിൽ. പക്ഷേ ബാക്കി UIs വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നെഗ്ലക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇഷ്യൂസ് ആണ്. ഗാലക്സി അൺപാക്ക് ഇവന്റ് February 25 നടക്കുന്നത്.
സോ ഫോണിന്റെ ലോഞ്ച് നമ്മൾ മാർച്ച് 11-ലാണ് സെയിൽ സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളൊരു റൂമർ വന്നേക്കുന്നത്. സോ സാംസങ്ങിന്റെ ഒരു മെയിൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിലിൽ നമ്മൾ പ്രീ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നല്ല ഓഫേഴ്സ് കിട്ടും. സോ ഒരു 10,000 10-15K ഒക്കെ നമുക്ക് പല ഓഫേഴ്സും അല്ലെങ്കിൽ പ്രീ ഓർഡർ ആയിട്ടുള്ള ബോണസ് വെച്ചൊക്കെ നമുക്ക് ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടാറുണ്ട്. സോ ആരെങ്കിലും സാംസങ് ഫോൺസ് S26 സീരീസ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്റ്റേ ട്യൂൺ ഫോർ ദ ഗാലക്സി അൺപാക്ക് ഇവന്റ്. ഫീച്ചേഴ്സും സ്പെക്സും എല്ലാം നോക്കുക. അത് കഴിഞ്ഞ് പ്രീ ഓർഡർ ഓഫേഴ്സ് എല്ലാം നോക്കിയിട്ട് ഓർഡർ ചെയ്യുക. സോ ഐ വിൽ സജസ്റ്റ് നമ്മൾ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ഡയറക്റ്റ് ആയിട്ട് സാംസങ്ങിന്റെ സ്റ്റോഴ്സ് അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇപ്പോൾ റിലയൻസ് അതുപോലുള്ള ക്രോമ പോലുള്ള സ്റ്റോഴ്സിൽ പോയിട്ട് അവരുടെ ഓഫേഴ്സ് ഫസ്റ്റ് എൻക്വയറി ചെയ്യുക. ആ ഓഫേഴ്സ് ഞാൻ കണ്ടത് വെച്ച് ഞാൻ ഫോൺസ് എടുത്തതിൽ വെച്ച് ഞാൻ നോക്കിയിട്ട് ഓൺലൈനിൽ ഫ്ലിപ്കാർട്ടിൽ ആമസോണിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഓഫേഴ്സിനെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഓഫേഴ്സ് ഇതുപോലുള്ള ഓഫ്ലൈൻ സ്റ്റോഴ്സ് ഫോൺസിന്റെ ലോഞ്ചിന്റെ ടൈമിൽ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. സോ പ്ലീസ് ഡു ചെക്ക് ഔട്ട് ദാറ്റ്. അത് കഴിഞ്ഞിട്ട് ഓർഡർ ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഒരു പ്രൈസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ പോലും റീസെന്റ് ആയിട്ടുള്ള ഇപ്പം ചിപ്പിന്റെ സ്കേഴ്സിറ്റിയും കാര്യങ്ങളെല്ലാം കൊണ്ട് എല്ലാ ബ്രാൻഡ്സും അവരുടെ ഫ്ലാഗ്ഷിപ്പ് മോഡൽസിനെല്ലാം വില കൂട്ടിയാണ് ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാംസങ്ങിന്റെ ഈ ഒരു മോഡൽസിന്റെ S26, S26 പ്ലസ്, S26 അൾട്രയുടെയും പ്രൈസ് ഹൈക്ക് ആകും എന്നുള്ള രീതിയിലുള്ള റൂമേഴ്സ് ആണ് വന്നിരിക്കുന്നത്. എങ്കിലും അത് കൂട്ടിക്കഴിഞ്ഞാൽ സാംസങ്ങിന് വലിയൊരു തിരിച്ചടിയിലേക്ക് എത്തും എന്നുള്ളത് കൊണ്ട് തന്നെ we are expecting the same price range in S26 series also. So let's wait and watch. സോ നിങ്ങൾ S26 അൾട്ര മോഡലിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയുക. അതുപോലെ തന്നെ നിങ്ങൾ മൂവി റിലേറ്റഡ്, സ്മാർട്ട് ഫോൺ, ടെക്, വാച്ച് റിലേറ്റഡ് കണ്ടന്റ്സ് കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് കമന്റ്സ്. ആൻഡ് താങ്ക് യു.